അമ്മ ഞാനേ ഇപ്പൊ പറിച്ചടി നമ്മുടെ മാവേന്ന് എനിക്കിതൊന്ന് ചെത്തി തരൂ. എനിക്ക് ചെത്തി തന്നെ ഞാൻ പച്ചക്ക് തിന്നോളാം. പുളിയില്ലാത്ത മൂവാണ്ടന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്ന പോലെ ഇത് അരിഞ്ഞ് തരാമെങ്കിൽ നമുക്കൊരു നല്ല സലാഡ് ഉണ്ടാക്കാം. അരിഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ ഉണ്ടാക്കാം. അതിൽ ഇനിയുണ്ടോ മാങ്ങ? ഇനിയുണ്ട്, ഇനി മേലെ അതൊക്കെ അത് കേറാൻ ഭയങ്കര പാടാണ്. അതൊരു തോട്ടിയോ വല്ലതും വെച്ചൊന്ന് പറിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഇത് പന്നലായി പോവും. അല്ലെങ്കിൽ ഇനി മഴയായോണ്ട് ഇനി പറിച്ചെടുക്കുന്നത് തന്നെ. എന്ത് സലാഡാണ് ഉണ്ടാക്കുന്നത്? ഞാൻ പറയുന്ന പോലെ എല്ലാം അരിഞ്ഞു തരാമെങ്കിൽ നല്ലൊരു സലാഡ് ഉണ്ടാക്കാം നമുക്ക്. ശരി, ഓക്കെ, ചെയ്തു തരാം. ഓക്കെ. പച്ചയല്ലേ? ആണ്ട്. ഇല്ല, പഴുത്തില്ല. ആ പഴുക്കുന്നതിന് മുമ്പുള്ള എനിക്ക് ഇഷ്ടമുള്ള സമയം അതാ എൻ്റെ. ഓ, അതിനാണോ ഇത് പച്ചക്ക് അതാ ഞാൻ കൊണ്ടുവന്നത്. ആണ്ട് മാങ്ങ എല്ലാം പുളിയിട്ടു. ഇതിന്റെ കൂടെ 2 ക്യാരറ്റും കൂടെ നീളത്തില് ഞാൻ പറഞ്ഞത് ഞാൻ അരിഞ്ഞതാ. ഇത് എങ്ങനെ നീളത്തിൽ അരിയുണ്ട്? നീളത്തിലരി, കനം കുറച്ച് നീളത്തിൽ സലാഡിന് അരിയണം. ഞാൻ കാണിക്കാം. നീ ഉദ്ദേശിക്കുന്ന ഇതാണോ എന്നോട് പറയണം. ഇങ്ങനെയാണോ? അത് തന്നെ. ഇതാണോ നീ ഉദ്ദേശിച്ചത്? ഇത് ജൂലിയൻ കട്ടിങ് അറിയോ? ഹോട്ടലിലെ ജൂലിയൻ കട്ടിങ്. ഞാൻ ഹോട്ടലിലൊന്നും അല്ല, ഞാനവിടെ ജോലി ചെയ്തോണ്ട് എനിക്കറിയാം. അതെ, അങ്ങനെ അങ്ങോട്ട് നീളത്തിൽ ഇങ്ങനെ എടുക്കണം. നീ പറഞ്ഞ രീതിയിലാണ് ഇങ്ങനെ കണ്ടോ. അപ്പൊ ഞാനിത് അരിഞ്ഞു കഴിഞ്ഞ് ഇനി എന്തുവാ? ഈ 3 പച്ചമുളകും കൂടെ അങ്ങോട്ട് അരി. കുഞ്ഞു അങ്ങ് അരിഞ്ഞിടണം അല്ലേ? കുഞ്ഞു എങ്ങനെ അടി അച്ചു? കുഞ്ഞു അരിയണോ? ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗുകൾ അടിക്കും. കുഞ്ഞു അരിയണോ? എങ്ങനെ അടി മമ്മ? കുഞ്ഞു അരിയണോ? ഇതും കഴിഞ്ഞു. ഇനി എന്തോ? ഇനി ഒരു നാരങ്ങ നീ എടുത്ത് പുഴിഞ്ഞ അതിൻ്റെ തൊട്ടി. നല്ല നീരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല നാരങ്ങ ഉണ്ട്. ഫുള്ള് പിഴിയണോ? പിഴിഞ്ഞേര്, നല്ലതാ. ക്യാരറ്റയിലൊക്കെ ആ പുളി അങ്ങ് പിടിക്കും. അല്ലേ പിന്നെ വിനാഗിരി ഒഴിക്കണം. വേണ്ട, നമുക്ക് വിനാഗിരി വേണ്ട. ഇനിയും ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ടത് ഒലിവ് ഓയില. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം നമ്മൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞേ ഇനിയും ഈ മാങ്ങായിക്ക് ഒരു പുളിയുണ്ട് ചെറുതായിട്ട്, പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു. അതിന് ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇച്ചിരി തേനും കൂടെ ഒഴിക്കാം, 1 സ്പൂൺ. വേണ്ട, ഇനി അപ്പം ഇതൊന്ന് ഇളക്കപ്പ നല്ലപോലെ. ഇച്ചിരി കുരുമുളക് പൊടി ഇനി ഇളക്കിക്കും. താഴെ കളയാതെ ഇളക്കണേ. നല്ലപോലെ ഒന്ന് ഇളക്ക്. ഉപ്പൊക്കെ ഇത് മതിയോ? ഉപ്പ് നമുക്ക് നോക്കാം. ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കണം. ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലയോ? ഇത്രയും മതി. ഇതിന്റെ പ്രത്യേകത എന്തോടി? കൊള്ളാം. രസമുണ്ട് കേട്ടോ, രസമുണ്ട്. ഇവിടെ നല്ലപോലെ ഇളകിയോ? അല്ല, ആയി, നല്ല ഇതായി. അപ്പോൾ സലാഡ് റെഡിയായി. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. കൊള്ളത്തില്ലേലും കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.